മാഡം, അറസ്റ്റ് ചെയ്യാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മുകളിൽ നിന്നുള്ള ഓർഡറാണ്. സർ, രാഘവേട്ടന് ഓർമ്മക്കുറവുള്ളതാ, അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയതായിരിക്കും. മാഡം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. സഹകരിക്കണം പ്ലീസ്. ഇതിപ്പോ അച്ഛൻ എടുത്തതാവില്ല, മാറിപ്പോയതാ. അച്ഛൻ വാങ്ങിച്ച മോതിരം ജ്വല്ലറിയിൽ ഉണ്ടാവും. ഒന്ന് അവിടെ വിളിച്ചു ചോദിച്ചാൽ സത്യം അറിയാൻ പറ്റും. മാഡം, മോഹനേന്ദ്രൻ സാറ് ആകെ ശോഭിച്ചിരിക്കുക. ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാഡം, സഹകരിക്കണം. മോളെ, ഇത് തന്നെ തൊണ്ടി മുതല്. എടോ, ഇവരെ ജീപ്പിലേക്ക് കയറ്റ്. അയ്യോ സർ, അച്ഛൻ മോഷിച്ചില്ലടാ. അച്ഛൻ മോഹൻ മേടിക്കാൻ പോയെന്ന് പറയാൻ സത്യമാ. പക്ഷേ അച്ഛൻ മോഹൻ മോഷിച്ചല്ലടാ. മകളെ ശാലിനി, അച്ഛൻ ഒന്ന് വിശ്വസിക്കും മോളെ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണും. എടാ മകൻ വിഷ്ണു, എടാ അച്ഛനെ ജയിലോട്ട് പറഞ്ഞു വിടില്ലടാ. അച്ഛനെ കള്ളനാക്കലടാ. അച്ഛൻ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. ജഡ്ജിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് ഞാൻ അച്ഛനെ പുറത്തു കൊണ്ടുവരും. ഈ വിഷ്ണുവാണ് പറയുന്നത്, വിഷ്ണുവാണ് പറയുന്നത്, വിഷ്ണുവാണ് പറയുന്നത്, വിഷ്ണുവാണ് പറയുന്നത്, വിഷ്ണുവാണ് പറയുന്നത്. സത്യം, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റിയതാ. അത് പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ അച്ഛന് വേണ്ടി കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ഈ വയസ്സാങ്കാലത്ത് അച്ഛനെ ഞാൻ ജയിലിലേക്ക് വിടില്ല. ഉറപ്പ്. നടക്ക്. അങ്ങനെ തനിച്ചു വിടാൻ പറ്റില്ല. ഞാൻ കൂടെ വരും. ഓർമ്മക്കുറവുള്ള ആളാ. ഞങ്ങള് തെളിയിച്ചോളാം. നടക്ക്. വാ. അച്ഛാ, അച്ഛാ, അച്ഛാ.